ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളിത് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലേ? യെസ്, വി ആർ എഗെയിൻ ബാക്ക് വിത്ത് അനദർ ട്രാവലിംഗ് വ്ലോഗ്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടാണ് സ്ഥലം, എന്താണ് സംഭവം എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം എന്തോ ടെൻഷൻ ഉണ്ട്. അതേ കേസ്, നമ്മൾ പോകാനിരുന്ന ട്രെയിൻ വിത്തിൻ മിനിറ്റ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുന്നതാണ്. എന്നിട്ടും കോട്ടയം ജില്ലയിലെ അതിഗംഭീര ബ്ലോക്കിൽ പെട്ടുപോയ ഒരു ഉമ്മിയും മോളെയുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ എനിവേ, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മുനീറാസ് കിച്ചൺ ആൻഡ് ലൈഫ്. ഇത് പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. കാരണം നമ്മളെല്ലാം നമ്മുടെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം മേടിച്ച് കയറി വന്ന് ഇതേ ബ്ലോക്കിലും പെട്ട്. കാരണം നമ്മളീ പോകുന്ന ഈ വീഡിയോ ആക്ച്വലി 2 മാസം പഴക്കമുണ്ട് ഗൈസ്. ഓക്കെ, ഓഗസ്റ്റ് 16-ാം തീയതിത്തെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു 1.5 സ്ഥലത്തോട്ടാണ് ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കമ്പനി എന്താണെന്നും ഏതാണെന്ന് കാര്യമൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. ഐ എം സോ സോറി ഗൈസ്, ഐ വാസ് സോ ബിസി വിത്ത് ദ തിങ്സ് ആൻഡ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ, ഇപ്പം നമ്മൾ പോകുന്നത് ആക്ച്വലി വയനാട്ടിലേക്കാണ്. എന്തിനാണ് വയനാട്ടിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ഒരു സംഭവം ഇതിൻ്റെ ഇനോഗ്രേഷന് പോവാണ്. എന്താണ് സംഭവം, ഏതാണ് സംഭവം എന്നൊക്കെ ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞുതരാം. എനിവേ, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ട്രെയിനില്ലേ, അത് ഗംഭീരമായിട്ട് മിസ്സായി കിട്ടി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് അടുത്ത പറഞ്ഞത് എന്താണ്, ബസ്സൊക്കെ ഉണ്ട്, പക്ഷേ ബ്ലോക്കിലൊക്കെ കയറി അവിടെ എത്തുമ്പോൾ ഒരു 11 മണി പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആക്ച്വലി പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എറണാകുളത്തു നിന്നാണ്. അപ്പം എങ്ങനെയെങ്കിലും എറണാകുളം ആലുവയിലെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ബസ് അവിടെ എത്തേണ്ടത് ഒരു 10:30-ക്കുള്ളിൽ എത്തിയാലേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും നടക്കത്തില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭാഗ്യത്തിനൊരു 2 ടിക്കറ്റും കിട്ടി. നമ്മൾ അപ്പോഴത്തേക്കാണ് ഒന്ന് സമാധാനമായത്. സമാധാനമായപ്പോൾ നമ്മൾ നേരെ അവിടെ തന്നെ കയറി ഒരു ഫുഡൊക്കെ കഴിക്കാൻ കൊണ്ട് തുടങ്ങി. മസാല ദോശ മേടിച്ച് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കാണുന്ന തലകുലിക്കൽ വേറൊന്നുമല്ല, സമാധാനമായി, ടിക്കറ്റ് കിട്ടിയല്ലോ. ഇനി എന്താണ്, ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് 8 മണി കേട്ടോ, 8 മണിയാകുമ്പോഴത്തേക്ക് ട്രെയിൻ വരും. അപ്പോഴത്തേക്ക് പോയാൽ മതിയല്ലോ. അരമണിക്കൂറുണ്ട്, സമാധാനമുണ്ട്, കുഴപ്പമില്ല, പോകാനുള്ള സാധനമൊക്കെ സെറ്റായല്ലോ. അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഫൈനലി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളതേ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വേറെ ഏതോ ട്രെയിൻ എങ്ങോട്ടോ പോകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ട്രെയിൻ എന്താ വരാത്തേന്ന് നോക്കി നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്ത് നിൽപ്പിന് ശേഷം ട്രെയിൻ വന്നു ഗൈസ്. എഗെയിൻ വീണ്ടും പണി കിട്ടി ഗൈസ്. എന്താണെന്നറിയോ, 20 മിനിറ്റ് ട്രെയിൻ ലേറ്റായി. എന്നാലും സാരമില്ല, നമ്മളവിടെ എത്തും എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 20 മിനിറ്റായി, ഇപ്പോഴും ട്രെയിനെ കാണുന്നില്ല. എന്നാലും സ്റ്റിൽ ആ സ്മൈൽ നമ്മൾ വിടത്തില്ലല്ലോ. അങ്ങനെ വേറെ ഏതൊക്കെയോ ട്രെയിൻ വരുന്നു, വേറെ ഏതൊക്കെയോ ട്രെയിൻ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ മാത്രം ആരും വരുന്നില്ല. നമ്മൾ ലാസ്റ്റ് നമ്മളെ പെട്ടീനെയും കെട്ടി പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്താണ് എൻ്റെ ട്രെയിൻ വരാത്തേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട്. പക്ഷെ എന്നാലും സന്തോഷമുണ്ട് ഗൈസ്. അവസാനം ഒരു ട്രെയിൻ കിട്ടിയില്ലേ. അവസാനം എല്ലാവരെയും കാത്തിരിപ്പിന് ഒടുവിൽ ഞാൻ മുടിയൊക്കെ ഒന്ന് അയച്ച് ഒന്ന് സെറ്റായിരുന്നതാണ് ഗൈസ്. ആദ്യമേ വെപ്രാളത്തിൽ മുടി എന്തൊക്കെയോ ഇതിൻ്റെ അമ്മച്ചിക്കെട്ടൊക്കെ കെട്ടി വെച്ചേക്കുമായിരുന്നു. പിന്നെ ഒന്ന് സ്റ്റൈൽ രീതിയിൽ മുടിയൊക്കെ അയച്ചിട്ട് ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ട്രെയിൻ ലേറ്റാണ്. ലാസ്റ്റ് എന്തായി, നമ്മുടെ ട്രെയിൻ എത്തി. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ട്രെയിനിൽ കയറുന്നതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ സൗദിയിലൊക്കെ ആണല്ലോ.
നമുക്കങ്ങനെ ട്രെയിൻ യാത്ര ഒക്കെ വളരെ റെയറാണ്. ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, നമ്മൾ അറിയാമല്ലോ, നാട്ടിൽ വരണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരണം, അങ്ങനെയൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. ട്രെയിനിൽ ഞാൻ അങ്ങനെ കയറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം അത്രയ്ക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ട്രെയിനിൽ കയറിയിട്ട്. അന്ന് 5 വർഷം മുമ്പ് ആദ്യമായിട്ട് കയറിയതാണ്. അതിന് ശേഷം ഞാൻ കയറിയിട്ടേ ഇല്ല. അതിനുശേഷം കയറാൻ പോകുന്നത് ഇപ്പോഴാണ്. ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാനിതുപോലെ നീറ്റ് കോച്ചിങ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം ദൂരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോയി ആക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. പക്ഷേ ട്രെയിനിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ കുറേ നാളിന് ശേഷം വീണ്ടും ട്രെയിനിൽ കയറാൻ കിട്ടിയ അവസരമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഹറിബറിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറാൻ, നമ്മുടെ കയ്യിൽ ലഗേജും ഉണ്ടല്ലോ, ഇത് കയറ്റി ഇടണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിങ്. എന്നാലും കുഴപ്പമില്ല, ഫൈനലി ഇതേ ആളെന്നെ ഇടിച്ചിടാൻ വരെ നോക്കി. ലാസ്റ്റ് ഞാൻ എല്ലാ പെട്ടിയും കയറ്റി ഞങ്ങളതേ സീറ്റും കിട്ടി എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ ഞങ്ങൾ കയറി അങ്ങനെ ഇടുന്നു. അങ്ങനെ ഇനി ഒരു 1.5 മണിക്കൂറത്തെ യാത്രയാണ് ഗൈസ്. കേട്ടോ, പെട്ടിയൊക്കെ കുത്തി കയറ്റി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഇതേ സെറ്റ് ടു ഗോ. ഇനി വയനാട്ടിൽ പോകുന്നതിന് എന്താണ് പെട്ടി എന്നൊക്കെ നോക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. വയനാട് മാത്രമല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ഊട്ടിയിലും പോകുന്നുണ്ട്. ഇനി എന്തിനാണ് ഊട്ടിക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ട്രെയിനിങ് ആണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തു, പോകാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി ഒരു 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ എറണാകുളം സ്റ്റേഷനിൽ, എറണാകുളം നോർത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു എത്തി, ഇപ്പം ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂർ മുമ്പ് തൊട്ട് തന്നെ നമ്മുടെ ട്രെയിൻ സ്ലോ ഡൗൺ ആവാൻ തുടങ്ങി. നമ്മൾ കുറേ നേരമായിട്ട് ഇപ്പം പ്ലാറ്റ്ഫോം കാണാമെന്ന് പറഞ്ഞ് നിന്ന് എവിടെ പ്ലാറ്റ്ഫോം. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് ഓക്കെ എപ്പോഴെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എത്തിയത്. കൂടെ നിൽക്കുന്നവരെയൊക്കെ നമുക്ക് അങ്ങനെ അവരുടെ പ്രൈവസി നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ താഴെ നിൽക്കുന്ന ചെരുപ്പെല്ലാം കൂടി ഞാൻ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മുടെ പ്ലാറ്റ്ഫോം എത്തി, നമ്മൾ ഇറങ്ങി. ആൻഡ് യെസ് ഗൈസ്, നിങ്ങൾ എന്നെയാണ് കാണുന്നത്, കണ്ടില്ലേ? അങ്ങനെ അവസാനം നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോഴാണ് നമ്മളിനി എങ്ങനെ ആലുവയ്ക്ക് പോകാം എന്നാലോചിച്ചത്. ആലുവയ്ക്ക് പോകാൻ മെട്രോ കയറണം. മെട്രോയിൽ ലൈഫിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഗോയിങ് ടു മെട്രോ. അങ്ങനെ മെട്രോയിലോട്ട് പോകാനുള്ള വഴിയും ചോദിച്ച് പാലം കയറി സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേളിലോട്ട് എത്തിയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഞാനൊരു ചേച്ചിയെ കാണുന്നത്. ചേച്ചി ചോദിച്ചു, മോളെ എങ്ങോട്ടാണ്, മെട്രോ കയറാനാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ ചേച്ചി. ആണോ മോളെ, എന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് ചേച്ചി നമ്മുടെ കൂടെ കൂടി. ഓക്കെ, ഇറ്റ്സ് എ ടോട്ടൽ സ്ട്രേഞ്ചർ, ബട്ട് സ്റ്റിൽ ഐ എം സെയിങ്, എന്താ പറയുക, ആൾക്കൊരു കൂട്ടുമായി ഞങ്ങൾക്ക് ഒരു മെട്രോ കയറി പരിചയമുള്ള ഒരാളെയും കിട്ടും. അങ്ങനെ ഫൈനലി നമ്മൾ ആ ചേച്ചീനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ധാരണയും ഇല്ല എങ്ങോട്ടാന്ന്. പക്ഷേ അല്ല, ഐ മീൻ മെട്രോ എവിടെയാണെന്ന് നമുക്കറിയാം, പക്ഷെ ഇതെങ്ങനെയാണ്, എന്താണ് അവിടെ, എങ്ങനെയാണ് സംഭവം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഐഡിയ ഇല്ല. ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റേഷൻ തന്നെ കാണുന്നത്. കാരണം നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഉള്ളിലോട്ട് കയറിയിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ എറണാകുളം നോർത്ത് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോയിലോട്ട് നടക്കുകയാണ്. അങ്ങനെ ഫൈനലി നടന്ന് നമ്മൾ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. അങ്ങനെ ഫൈനലി ടിക്കറ്റ് എടുത്ത് ഞാൻ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്ത് ലഗേജ് വെക്കാനുള്ള സ്ഥലം കണ്ടു. പിന്നെ നമ്മളിങ്ങനെ സെക്യൂരിറ്റി അറിയാലോ, ബോഡി ഫുൾ ചെക്കപ്പ് ചെയ്യുന്ന ആ സംഭവത്തിൽ കൂടെ കടന്നുപോയി. എന്നിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല, എനിക്കിത് കണ്ടിട്ട് ശരിക്കും ഓർമ്മ വരുന്നത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ എയർപോർട്ടില്ലേ, എയർപോർട്ട് സിസ്റ്റമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ഇതിൻ്റെ എയർപോർട്ട് പോലെയാണ് ഇവിടെ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു കുറേ നൊസ്റ്റാൾജി, ശരിക്കും പറയുകയാണെങ്കിൽ കുറേ പഴയ ഓർമ്മകളിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നു, ലഗേജൊക്കെ വെച്ചു, ലഗേജ് എടുത്തു. ലാസ്റ്റ് നമ്മളിങ്ങനെ മറ്റേ സ്ലിപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് വേണമല്ലോ കയറിപ്പോവാൻ. പക്ഷേ ആദ്യത്തെ സ്ലിപ്പ് കഴിച്ചു ഒരു വിത്തിൻ മിനിറ്റ് നമ്മൾ അപ്പം പാസ്സായിരിക്കണം, ഇല്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തൊക്കെയോ കാണിച്ചു,
അത് കുളമായി അത് ഉമ്മയും കയറ്റി വിട്ടു, അത് സക്സസ്ഫുൾ. പക്ഷെ എൻ്റെ കാര്യം വന്നപ്പോൾ ഞാനത് ഇറങ്ങുന്നതിന് മുമ്പ് ബ്ലോക്കായി. അത് പോയി ക്ലിയർ ആക്കി, ഇതും എടുത്ത് ലഗേജും എടുത്ത് ലാസ്റ്റ് ഒരു വഴിയായി. എന്തായാലും കൊള്ളായിരുന്നു എക്സ്പീരിയൻസ്. അങ്ങനെ ഫൈനലി ലഗേജും എടുത്ത് നമ്മൾ പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാം സോൾവ് ആയി, ഇനി നിങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറി ചെല്ലുക അല്ലേ, അതായിരിക്കും എസ്കലേറ്റർ കാണിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത്ര പെട്ടെന്നൊന്നും പ്ലാറ്റ്ഫോമിൽ എത്തണ്ട എന്നാണ് തീരുമാനം. പ്ലാറ്റ്ഫോം നമ്പർ 1 പോകേണ്ട ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി പ്ലാറ്റ്ഫോം നമ്പർ 2 ചെന്നിരിക്കുകയാണ്. അതാണെങ്കിൽ ഒരു കുന്നിൻ്റെ മണ്ടയിലെന്ന് വേണേൽ പറയാം. എസ്കലേറ്റർ കയറി എൻ്റെ പൊന്നോ, എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത്. ഒന്നാമത് മറ്റേ അമ്മയുടെ കയ്യിരിക്കുന്ന അത് കണ്ടില്ലേ, അത് അത്ര വലിയ സീനില്ല. അതെന്താണ്, ഒരു ചെറിയൊരു ഹാൻഡ് എന്താണ് ഒരു ചാക്ക് പോലത്തെ ആ ഒരു എന്താണ് ഒരു കവറ്, അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ കയ്യിരിക്കുന്ന ആ ലഗേജ് ഉണ്ടല്ലോ, കാണുന്ന പോലെ എല്ലാം ഉടുക്കത്തെ വെയിറ്റാ, പറ്റണില്ല. ഇതും തൂക്കി പിടിച്ചൊരു നടപ്പുണ്ടായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട. ലാസ്റ്റ് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് എന്തായി, നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ഗൈസ്. കയറുന്നതിന് മുമ്പ് 2 കയറുന്നതിന് മുമ്പ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 1 അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞു, അല്ല ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 2. എനിക്കിതൊന്നും വലിയ ഐഡിയ ഇല്ലല്ലോ. ഞാനും പറഞ്ഞു സോ ഞങ്ങൾ 2 പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് ചെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ ഗൈസ്. പിന്നെ ഒരൊറ്റ ഇറക്കമാണ് എൻ്റെ പൊന്നി. കയറിയത് കുഴപ്പമില്ല, ലഗേജുമായിട്ടുള്ള ഇറക്കം. കാരണം എസ്കലേറ്റർ മേളിലോട്ടേ പോകും, താഴോട്ടില്ല. പിന്നെ സ്റ്റെപ്പിൽ പിടിച്ച് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലത്തെ മെനക്കേട് പിടിച്ച പരിപാടി വേറെ ഒന്നുമില്ല. എന്നാലും നമ്മൾ പോകുന്ന ട്രിപ്പിൻ്റെ ത്രില്ല് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാനെല്ലാം ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫൈനലി കുറേ നേരത്തെ മല്ലയുദ്ധം. എന്തായാലും മെട്രോ സ്റ്റേഷനിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മണ്ടത്തരത്തിൻ്റെ എന്തൊക്കെ എക്സ്പീരിയൻസ് സാധനമുണ്ടോ അതെല്ലാം ചെയ്യാമെന്നുള്ളൊരിത്. അങ്ങനെ ഫൈനലി എന്തായി, പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മളങ്ങനെ എത്തി. യെസ്, അങ്ങനെ ഇത്രയും നാൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന മെട്രോനെ നേരിട്ട് കണ്ട സന്തോഷമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഫൈനലി മെട്രോ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് തന്നു, ഡോർ തുറന്നു. നമ്മൾ പിന്നെ ഇത്ര 2 മിനിറ്റോ അങ്ങനെ നിൽക്കത്തുള്ളൂ, 2 സെക്കൻഡോ 2 മിനിറ്റോ അങ്ങനെ എന്തോ നിൽക്കത്തുള്ളൂ, വേഗം കയറണമെന്ന് പറഞ്ഞു ലഗേജും കയറ്റി നമ്മൾ യാത്ര തുടങ്ങി ഗൈസ് ആലുവയിലോട്ട്. ഭയങ്കര ത്രില്ല് പിടിച്ച യാത്ര തന്നെയായിരുന്നു, കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് മെട്രോ യാത്രയായിരുന്നു ഇത്. അങ്ങനെ കുറേ നേരം മെട്രോയുടെ കതവുമേ നോക്കി മിറർ വീഡിയോയും എടുത്തുകൊണ്ട് നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. നമ്മളെത്തിയപ്പോഴത്തേക്കൊരു 9:30 9:45 ആ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെട്രോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഉമ്മീനെയാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയില്ല ഗൈസ്. കിട്ടി, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് ലാസ്റ്റ്. അങ്ങനെ നമ്മൾ അവസാനം ആലുവയിലെത്തിയിരിക്കുകയാണ്. ആലുവയിലെത്തിയപ്പോൾ ഭയങ്കര ത്രില്ല്. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബസ്സിൽ പോയി കയറാമല്ലോ എന്നുള്ള ത്രില്ലാണ്. കാരണം നമ്മൾ ഓൾറെഡി ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ ടീമും നമ്മുടെ ഗ്രൂപ്പും എല്ലാവരും ഉണ്ട്. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, നമ്മുടെ ടീം എല്ലാവരും അവിടെ ഉണ്ട്. സോ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ചാടിത്തുള്ളി നമ്മൾ പോവുകയാണ് ഇങ്ങോട്ട്, നമ്മുടെ ബസ് കിടക്കുന്ന സ്ഥലത്തോട്ട്. ഇത്രയും നേരം കുറേ ലാഗായെന്ന് ഒന്നും ഒരു ഫീലില്ല, കാരണം എല്ലാം നമ്മൾ എൻജോയ് ചെയ്യാണ്. കാരണം എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ കുറേ നേരത്തെ ഈ യാത്രയ്ക്ക് ശേഷം ലാസ്റ്റ് ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി ഗൈസ് നമ്മൾ. അങ്ങനെ നമ്മളുടെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ കയറി ലൈം ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ടീമൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഓടുകയാണ്. കണ്ടില്ല ഗൈസ്, ഇപ്പം എൻ്റെ മുടിയും എന്നെയും കണ്ട് ഇതിനെ കറക്റ്റ് പറയുകയാണെങ്കിൽ
സലീം കുമാറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏത് അഫു അഫു അഫു. കാരണം മുടിയൊക്കെ ഞാൻ അവിടുന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ വെപ്രാളവും ടെൻഷനും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് മുടിയെല്ലാം കൂടി ചുരുണ്ട് കയറിയൊരു വല്ലാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാം. എന്നാലും സ്റ്റൈലിനൊരു കുറവ് വരാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയപ്പോഴാണ് വീണ്ടും അടുത്ത പണി. അപ്പുറത്തല്ല അവർ ഇപ്പുറത്ത് തന്നെയുണ്ട്. വീണ്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വീണ്ടും റോഡ് ക്രോസ് ചെയ്ത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞു കുഞ്ഞു പണികൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വഴി വരുന്നു എന്നുള്ളതാണ് രസം. എന്നാലും ഇതെല്ലാം ഫണ്ണായിരുന്നു. കണ്ടില്ലേ ഗൈസ്? അങ്ങനെ ഫൈനലി നമ്മുടെ ടീമിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഫൈനലി നമ്മുടെ ടീമിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് നമ്മളുടെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് നമ്മുടെ ബസ്സുള്ള സ്ഥലത്തോട്ട് ബസ്സുള്ള സ്ഥലമല്ല, ബസ് വരാൻ പോകുന്ന സ്ഥലത്തോട്ട് നമ്മൾ നടക്കുകയാണ്. ആൻഡ് ഈ മുന്നിൽ നടക്കുന്ന ആളുണ്ടല്ലോ, ആളത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഷീസ് നൺ അതർ ദാൻ അവർ ക്യാപ്റ്റൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആളുടെ പേര് സന്ധ്യ അനീഷ് എന്നാണ്. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും എന്താവും എനിക്കറിയില്ല. ബട്ട് I just want to say that she's super amazing person I ever met in my life. എന്താണ് ആളെക്കുറിച്ച് കൂടുതൽ പറയുന്നത്, ആളെന്താണ്, ഏതാണ്, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആൾ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്, എല്ലാം ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം. എനിവേ ആളെ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം നമ്മളെയും കൊണ്ട് നടക്കുകയാണ്. എങ്ങോട്ട്? ബസ് വരാൻ പോകുന്ന സ്ഥലത്തോട്ട്. ഇറ്റ് വാസ് സോ ഫൺ. കാരണം നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്, ഭയങ്കര രസമാണ്. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ് നമ്മൾ ഈ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുടെ പെട്ടി പാട്ട് എല്ലാം എടുത്ത് എല്ലാവരും നടക്കുകയാണ്. കണ്ടില്ലേ? ആൻഡ് ഈ വരുന്ന 2 വ്യക്തികൾ അത് വേറെ ആരുമല്ല, എൻ്റെ മാമിയും എൻ്റെ കുഞ്ഞുമ്മയാണ്. ഒന്ന് ഉമ്മിയുടെ അനിയത്തി, ഒന്ന് ഉമ്മിയുടെ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ അത്യാവശ്യം എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു ഫാമിലി ട്രിപ്പും എന്നും വേണമെങ്കിൽ പറയാം. നമ്മളങ്ങനെ എല്ലാവരും ഒരുമിച്ച് നടക്കുകയാണ്. എല്ലാവരും ആദ്യമായിട്ടാണ് ഊട്ടിക്ക് പോകുന്നത്. അതിൻ്റെ ത്രില്ലുണ്ട്. വയനാട് ഇവർ പോയിട്ടുണ്ടായിരുന്നു. ഏതിനാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് വയനാട് ഉൾപ്പെടെ. അങ്ങനെ ഫുള്ള് എനിക്ക് തോന്നുന്നു അവരുടെ ഗ്യാങ്ങിലെ ഏറ്റവും ചെറിയ ആൾ ഞാനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ പെട്ടിയോ എന്താ പിടിക്കേണ്ടത്, ഞാൻ പിടിച്ചോളാം, കമ്മോ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ ഒരു ത്രില്ലായിരുന്നു ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ കുറച്ച് നേരത്തെ ആ നടപ്പിന് ശേഷം നമ്മൾ ബസ് വരാൻ പോകുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ടീം. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ബസ്സിനെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ദാ കിടക്കുന്നു എൻ്റെ മുഖത്തോട്ട് ഒരു വെള്ളം വീണുന്നു. അതെന്തോ വെളിയിൽ നിന്നെങ്ങാണ്ട് വീണ വെള്ളമാണ്. അതാണ് നിങ്ങൾ ഈ എക്സ്പ്രഷൻ കാണുന്നത്. അങ്ങനെ ഫൈനലി കുറച്ച് അധികം നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വയനാട്ടിലുള്ള യാത്ര ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പെട്ടിയും ബാഗും ചാക്കും എല്ലാം എടുത്ത് നമ്മൾ പോവുകയാണ്. ബസ്സിൻ്റെ പുറകിൽ ലഗേജ് കയറ്റാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ഓടുന്നു, ബാക്കിയുള്ളവരകത്ത് കയറുന്നു. യെസ് ഗൈസ്, എൻ്റെ ഉമ്മി ആൻഡ് കുഞ്ഞുമ്മി എല്ലാവരും ഓൺ ദ വേ ആണ്. ഇതിനിടയ്ക്ക് ഞാൻ ഷൂട്ടും ചെയ്യുന്നുണ്ട്. എന്താ അല്ലേ, തിരക്കിൻ്റെ ഇടയ്ക്കും ഷൂട്ടിങ്ങിനൊരു കുറവുമില്ല എന്നാണിത്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു ഗൈസ്, ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. എസ്പെഷ്യലി ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു വ്ളോഗറൊക്കെ ആണെങ്കിൽ ആളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നും അവിടെ കിടക്കും. നമുക്ക് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് അത് ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ മതി, ആ ഒരു ഓർമ്മയിലോട്ട് നമ്മൾ അപ്പം എത്തും. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ സ്റ്റിൽ ഞാനിപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ട്രിപ്പിന് പോകാനുള്ള ആ ഒരു സമയത്തേക്ക് ഞാൻ എത്തിയെന്നുള്ളതാണ് അതിൻ്റെ രസം. അങ്ങനെ നമ്മളുടെ ഓരോ ലഗേജായിട്ട് ഇങ്ങനെ കയറ്റുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പെട്ടി കയറ്റാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് നിൽക്കുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ പെട്ടിയും കയറ്റി അങ്ങനെ നമ്മൾ ബസ്സിനകത്ത് കയറാൻ പോവുകയാണല്ലോ. എൻ്റെ ചാക്ക് ഞാൻ വിചാരിച്ചു അത് അകത്ത് വെക്കാൻ, കാരണം ചെറിയൊരു പൊതിയല്ലേ. അങ്ങനെ ഞങ്ങൾ ബസ്സിനകത്ത് കയറുകയാണ്. അങ്ങനെ നമ്മൾ കയറി ചെന്നപ്പോഴാണ് നോക്കുമ്പോൾ എല്ലാവരും സീറ്റിലുണ്ട്. നമ്മൾ മാത്രമായിരുന്നു ഇല്ലാത്ത എന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാവരും സെറ്റായിട്ട് സീറ്റിലെല്ലാം ഇരുന്ന്
എല്ലാവരും വയനാട്ടിൽ വീട്ടിലോട്ട് പോകാനെല്ലാം ത്രില്ലടിച്ചത് എല്ലാവരും കയറി ഇതൊന്ന് സെറ്റാണ്. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് സീറ്റ് ഫുള്ള് ഫ്രീ. കൊള്ളാം. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത്, നേരെ പുറകോട്ട് ഓടി. എനിക്ക് നോർമലി ഫ്രണ്ടിൽ ഇരിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ഓൾറെഡി ആൾക്കാരെല്ലാം കയറി സെറ്റായല്ലോ. അത് മാത്രമല്ല ലീഡേഴ്സൊക്കെയാണ് നോർമലി ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ഓടി ചാടി നേരെ എന്ത് ചെയ്തു, ബാക്ക് സീറ്റിൽ പോയി സീറ്റ് പിടിച്ചു. ഞാൻ കയറിയ ടൈമിൽ ആരുമില്ലായിരുന്നു. ആൻഡ് ഗൈസ്, ഈ റെഡ് ഷർട്ടില്ലേ, ഇത് ഞങ്ങളുടെ അടുത്ത ഒരു ലീഡറാണ്. എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് തന്നെ കുറേ പേരുണ്ട്. മറ്റേ ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയ വ്യക്തിയില്ലേ, അത് ഞങ്ങളുടെ ഡയറക്റ്റ് ലീഡർ, എന്താ പറയുക, ഞങ്ങളുടെ ലീഡർ. ഓക്കെ, ആ ലീഡറില്ലേ ഇപ്പോൾ കുറേ കൺഫ്യൂഷൻ ആയിക്കോളൂല്ലേ. എനിവേ, ആ ലീഡറിനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അത് വേറെ ആരുമല്ല, അനീഷ് സർ എന്ന് ഞങ്ങൾ റെസ്പെക്റ്റോടെ വിളിക്കുന്ന വ്യക്തിയാണ്. ആൾ ഞങ്ങളുടെ ഹയർ ഓഫീസറാണ്. ഓക്കെ, ആളും എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പയ്യെ പറയാം. എനിവേ, അങ്ങനെ ഞങ്ങൾ കയറിയ ത്രില്ലാണ് നിങ്ങളീ കാണുന്നത്. ഓക്കെ, ഈ മൈക്കും പിടിച്ചിരിക്കുന്ന വ്യക്തി, എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആ മൈക്കും പിടിച്ചിരിക്കുന്ന വ്യക്തിയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ആൾക്കൊരു എനർജി ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അത് വേറെ ലെവലാണ്. അത് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചുതരാം, നിങ്ങളത് കേട്ട് നോക്ക്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് നല്ലൊരു കൈയ്യടി പ്ലീസ്. ഒപ്പം ഫീനക്സിന്റെ ക്യാപ്റ്റൻ സന്ധ്യ അനീഷ്, ബ്രാൻഡ് ന്യൂ നമ്മുടെ സെൻസേഷൻ റംസിക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വളരെ സന്തോഷം. നല്ലൊരു കൈയ്യടി. 19 വയസ്സുകാരി നമ്മുടെ റംസി നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കി കയറിയ എല്ലാവർക്കും നല്ലൊരു കൈയ്യടി. യെസ്, അങ്ങനെ നമ്മളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രിപ്പ് ഓണാക്കിയ ഒരു വ്യക്തിയാണിത്. നോർമലി ട്രിപ്പ് മാത്രമല്ല കേട്ടോ, നമ്മുടെ അവിടെ തന്നെ എല്ലാ മീറ്റിങ്ങിനെയും ഒരു എന്താ പറയുക, ആ ഒരു മീറ്റിങ്ങിനെ ആ ഒരു ഫോമിലേക്ക് എത്തിക്കുന്ന വൺ ഓഫ് ദ പേഴ്സൺ. കുറേ പേരുണ്ട്. എന്തായാലും അതിനകത്ത് ഒരു വ്യക്തി, ഒരു മെയിൻ ആൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വ്യക്തിയാണത്. നൺ അതർ ദാൻ മൈ ലിൻസൺ ചേട്ടൻ. ആൻഡ് ആളും നേരത്തെ പറഞ്ഞില്ലേ അനീസ് സർ, അവരെയൊക്കെ പോലെ ഒരു ലീഡർ തന്നെയാണ്. ഇനി നമ്മുടെ ട്രിപ്പ് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട്, എനിക്കറിയാം. എനിവേ, ഇനി നമ്മുടെ ഈ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട്, അഥവാ നമ്മുടെ വയനാട്ടിലെ വിശേഷങ്ങൾ, നമ്മുടെ 2 ദിവസം ട്രെയിനിങ്, ഇതെല്ലാം ഓൺ ദ വേ ആണ്. അതെല്ലാം ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എനിവേ, ഈ വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ന്യൂ പാർട്ടായിട്ട് അടുത്ത നമ്മുടെ ഈ ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. നമ്മുടെ ശരിക്കുള്ള ട്രിപ്പിന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് എന്തായാലും എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ റംസിയ ബഷീർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.